ഒരു പവൻ സ്വർണത്തിന് 80,000 രൂപ. അധികം വൈകാതെ കേൾക്കുന്ന വാർത്തയാണ് ഈ ഒരു കാര്യം. അതായത് ആഗോളതലത്തിൽ തന്നെ സ്വർണത്തിന്റെ വില കുത്തനെ മുകളിലേക്ക് ഉയരുന്നത് ഏറെ നെഞ്ചിടിപ്പോട് കൂടിയിട്ടാണ് മലയാളികൾ കാണുന്നത്. കുഞ്ഞിന്റെ ജനനം മുതൽ വിവാഹം വരെ പല ആവശ്യങ്ങൾക്കും അല്ലാതെ നിക്ഷേപം എന്ന നിലക്കുമൊക്കെ സ്വർണ്ണാഭരണം വാങ്ങിക്കൂട്ടുന്നവർ അധികമാണ് മലയാളികളിൽ. സ്വർണ്ണവില ഓരോ ദിവസവും ഉയർന്നു പോകുന്നത് വലിയ വിഭാഗം മലയാളികൾക്ക് ആശങ്കയുണ്ട്. സ്വർണ്ണവിലയുടെ ഇപ്പോഴത്തെ പോക്ക് എവിടേക്ക് എത്തിച്ചേരുമെന്ന ചോദ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സ്വർണ്ണവിലയിൽ കുതിപ്പ് ഇപ്പോഴെങ്ങും അവസാനിക്കില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് 24 ക്യാരറ്റിന് ഏകദേശം 80,000 രൂപയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചിട്ടുണ്ട്. പവന് ഇന്ന് 800 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഇതോടെ ആദ്യം സ്വർണം പവന് 53,000 മുകളിലെത്തി. അന്താരാഷ്ട്ര സ്വർണ്ണവില $2,383 വന്നു. ഇന്ത്യ രൂപയുടെ വിനിമയ നിരക്ക് 83 രൂപ 38 പൈസയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 24 ക്യാരറ്റ് സ്വർണ്ണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് 75 ലക്ഷം രൂപയായി. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി നിരക്ക് 53,760 രൂപയാണ്. പണിക്കൂലിയും മറ്റുമൊക്കെ കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണം ലഭിക്കണമെങ്കിൽ 60,000 രൂപയുടെ മുകളിൽ നൽകേണ്ടി വരും. ഇനി സ്വർണ്ണവില ഉയരാനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വർണത്തിന്റെ വിലയെ ബാധിക്കുന്ന നെഗറ്റീവ് ഘടകങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. യൂറോപ്പിലേതടക്കം വികസിത രാജ്യങ്ങളിലെ സാമ്പത്തിക മാന്ദ്യം പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും ചൈനയുമാണ് നിലവിലെ സാമ്പത്തിക വളർച്ച നേടിയ വലിയ രാജ്യങ്ങളിലെ പ്രധാനികൾ. യൂറോപ്പിലേതടക്കം വലിയ രാജ്യങ്ങളിൽ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യങ്ങളുടെ എണ്ണം കുറവാണ്. ചൈനയിൽ പോലും അടിസ്ഥാന സൗകര്യ മേഖലകളിൽ മന്ദിപ്പുണ്ട്. നിക്ഷേപകർ ഇവിടെ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. ഇത് സ്വർണത്തിന്റെ വില വർദ്ധിക്കാൻ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. യൂറോപ്പിലും മധ്യേഷ്യയിലും യുദ്ധം തുടരുന്നതും നിക്ഷേപകരെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ വില എത്ര ഉയർന്നാലും സ്വർണം വാങ്ങുന്നതിന് കുറവുണ്ടാകില്ല. രാജ്യത്തെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സ്വർണ്ണവില ഇപ്പോൾ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സാമ്പത്തിക വിദഗ്ധരായ ആളുകൾ പറയുന്നത് സ്വർണ്ണവില എപ്പോൾ വേണമെങ്കിലും കുറയാനും അതോടൊപ്പം തന്നെ കൂടാനും സാധ്യതയുള്ള ഒരു നിക്ഷേപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സമ്പത്തിന്റെ 20% കൂടുതൽ ഒരിക്കലും സ്വർണത്തിൽ നിക്ഷേപിക്കരുത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഏതായാലും സ്വർണം വാങ്ങുന്ന ആളുകൾ സ്വർണത്തിന്റെ ബില്ല് സൂക്ഷിക്കാനും അത് വിൽപ്പന നടത്തുന്ന ആളുകൾ കൃത്യമായി എത്ര വില ലഭിക്കുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വിൽപ്പന നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്വർണ്ണ നിരക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചില കാര്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.